ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ജിഫി ബാഗ് പ്രൊപ്പഗേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ധാരാളം പ്ലാന്റ്സ് ജിഫിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കുറച്ച്, എല്ലാമല്ല. അപ്പം വേഗം നമുക്ക് അയച്ചു കൊടുക്കാനും കസ്റ്റമറിന് അത് കിട്ടിക്കഴിഞ്ഞാലും നടാനും എളുപ്പമാണ്. ജിഫി ബാഗ് എന്ന് പറയുന്ന കംപ്രസ്ഡ് കോക്കോപ്പിറ്റാണ്. അത് നമ്മൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം അത് കുറച്ചുകൂടെ വികസിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് നടേണ്ട ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് വെച്ച് കൊടുത്താൽ മതി. എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. ഇത് ബൾക്കായിട്ടൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനെല്ലാം കിട്ടുന്നതാണിത്. ഇത് നടുന്നതും എളുപ്പമാണ്. ഞാൻ കുറേ പ്ലാന്റ്സ് ജിഫിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് പിന്നെ ബേബി സൺറോസ്, ഫിറ്റോണിയ, ബ്ലാക്ക് ഐഡ് സൂസന്, സക്കുലൻ പ്ലാന്റ്സ്, ഇതൊക്കെ നമുക്കിതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ വേര് നമുക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത് കാണുകയും ചെയ്യും. ഇത് നടാനും എളുപ്പമാണ്. പ്ലാന്റ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് നടാം. നമ്മളല്ലാതെ വേര് നശിച്ചു പോയോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഈ ക്രീപ്പർ പ്ലാന്റും എല്ലാം ഞാൻ അങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കൊറിയർ ചെയ്യുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നടേണ്ട കട്ടിങ് അതിലേക്ക് വെച്ചാൽ മതി. നമ്മൾ നട്ടതിന് ശേഷം അതൊരു ട്രേയിലോ എന്തില്ലെങ്കിലും, ഇത് വെക്കുന്ന ജിഫി ബാഗ് വെക്കുന്ന ട്രേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. അത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു ട്രേയിൽ വെച്ചാൽ മതി. ഇത് നമ്മൾ എന്നിട്ട് എന്നും വെള്ളമൊന്നും നനച്ചു കൊടുക്കണ്ട, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതി. കാരണം കൊക്കോപ്പീറ്റ് ആയതുകൊണ്ട് ഈർപ്പം ഉണ്ടല്ലോ, കൂടുതൽ വളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ വളമൊന്നും പ്രത്യേകിച്ച് കൊടുക്കുകയും വേണ്ട. നമ്മളാണെങ്കിൽ മറ്റൊരു കട്ടിങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ ജിഫിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്ലാന്റ്സാണ് വേഗം ഇതിൽ പിടിപ്പിക്കാൻ നമുക്ക് എളുപ്പം. ഇത് റിപ്സാലിസിൻ്റെ കുറച്ച് തൈകൾ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് വേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് വളരെ ഒരു സെൻസിറ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ ഇതാണ് എളുപ്പം. കാരണം കസ്റ്റമറിന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം നടുകയും ചെയ്യാം. അപ്പോൾ ഫിറ്റോണിയ പോലുള്ള പ്ലാന്റ്സും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നടുന്നതും എളുപ്പം തന്നെയാണ്. ഒരു ചട്ടിയിൽ പോട്ടി മിക്സൊക്കെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് വെച്ചാൽ മതി. ആ ബാഗ് അതിൻ്റെ ആ സൈഡൊന്നും കീറിയൊന്നും കളയുകയൊന്നും ചെയ്യേണ്ട. അത് ബയോഡിഗ്രേഡബിളാണ്. അതിൽ മണ്ണിൽ നശിച്ചു പോകുന്നതാണ്.